ഇന്ന് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ നാളെ വാലിഡേറ്റഡ് ആവത്തില്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വി ഹാവ് ടു ലേൺ സംതിങ് ന്യൂ. പുതിയത് നമ്മളിലേക്ക് എന്താണ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഫിസിക്കലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈക്കോളജിക്കലി, സ്പിരിച്വലി, എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. എവിടൊക്കെ നമുക്ക് അപ്ഗ്രഡേഷൻ അല്ലെ അപ്ഡേഷൻ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ അതിനു വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാവും. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞുകൊള്ളു, ആദ്യ ക്ലാസ് മുതൽ പറയുന്ന ഒരു കാര്യമാണ്, വി ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് അവർ ലൈഫ്. അതായത് ഓരോ മനുഷ്യനും ഒരു ഓൺട്രപ്രനറായി മാറേണ്ടിയിരിക്കുന്നു. ആ ഓൺട്രപ്രനർ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കൺട്രോളിനൊപ്പം തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ കൺട്രോൾ നേടുകയും അതോടൊപ്പം തന്നെ ആ സമൂഹത്തിന് ബെനിഫിഷ്യൽ ആകുന്ന ഒരു വ്യക്തിയായി മാറണം. ഇവിടെ സ്വാർത്ഥത എന്ന് പറയുന്ന സ്വന്തം കാര്യം സിന്ദാബാദ് ഇത് നടക്കത്തില്ല. വി ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് അവർ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും ഒരു ഓൺട്രപ്രനറായി മാറും. ഓൺട്രപ്രനറുടെ പ്രത്യേകത അറിയാമല്ലോ, ടേക്കിംഗ് കൺട്രോൾ, ഒരു കൂട്ടം കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രനർ എന്ന് പറയുന്നത്. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും അപ്ഗ്രേഡേഷൻ നടത്തണം, ഓരോ വ്യക്തികളും കണ്ടിന്യൂസ് ലേണിംഗിൽ ഏർപ്പെടണം. അതോടൊപ്പം തന്നെ അവനവൻ്റെ ലൈഫിൻ്റെയും ഒരു ഓൺട്രപ്രനറായി മാറുന്നതോടൊപ്പം തന്നെ അവനവൻ്റെ ലൈഫിൻ്റെ കൺട്രോളും